തലനാരിഴയ്ക്ക നിങ്ങൾ നിർമ്മലാന്റിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ ഈ ഞാൻ പറഞ്ഞതുകൊണ്ടാ നിങ്ങളെ കൊല്ലണ്ടാന്ന് തീരുമാനിച്ചത്. കൊല്ലുവെന്നോ? എന്നെയോ? അതും ഇവിടോ? നല്ല തമാശയായി. ഒരുപാടങ്ങ് ചിരിക്കാൻ മാത്രം തമാശയൊന്നും ഇല്ല അതില്. കാരണം നിധി പറഞ്ഞത് സത്യം. ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചെന്ന കോഫിയില് നിങ്ങളെ തീർക്കാനുള്ള അത്ര വീര്യം കൂടിയ വിഷം അതിലുണ്ടായിരുന്നു. അന്ന് താൻ സ്ഥിരം കുടിക്കുന്ന കോഫി കപ്പല്ലാന്ന് പറഞ്ഞ് ആ കോഫി കുടിച്ചില്ല. അതുകൊണ്ട് മാത്രം താൻ രക്ഷപ്പെട്ടത്. അവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചില്ല CKC. എന്റെ രണ്ടാമത്തെ ശ്രമം അതൊരു നിറ ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നു. അന്നും വെറും ഭാഗ്യം കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു. അടുത്ത അറ്റംപ്റ്റിൽ CKC തീർത്തിരിക്കണമെന്നുള്ള വാശിയിലായിരുന്നു നിർമ്മലാന്റി. പക്ഷെ നിങ്ങളെപ്പോലൊരു വൃത്തികെട്ടവനെ കൊന്നിട്ട് ജയിലിൽ പോവാനുള്ളതല്ല ഈ ആന്റിയുടെ ജീവിതമെന്ന് ഞാനാ പറഞ്ഞത്. തന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണോ ഞാൻ വേഷം മാറി പേര് മാറ്റി ഇങ്ങോട്ട് വന്നത്? നിധി തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിന്റെ റിസപ്ഷനിൽ നിന്റെ ഫോട്ടോ മാലയിട്ട് വെച്ചിരുന്നേനെ. വെറും വാക്ക് പറഞ്ഞതെല്ലാം ഇപ്പം മനസ്സിലായില്ലേ? വെറും ഭിക്ഷ. ഈ ആന്റി തന്ന ഔദാര്യം, അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം. പാവം പ്രണവിനെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചും മോഹിപ്പിച്ചും കൂടെ നിർത്തിയിട്ട് അവനെ തന്നെ തട്ടിക്കൊണ്ടുപോയി തടങ്കിൽ പാർപ്പിച്ച് അതിന്റെ പേരിൽ ഗൗതമിനെ ജയിലിലാക്കിയവനാ നിങ്ങള്. അതും പോരാഞ്ഞിട്ട് തരം കിട്ടിയപ്പോഴൊക്കെ നിങ്ങൾ എന്റെ ഗൗതമിനെ അപമാനിച്ചു, അനാഥനെന്ന് വിളിച്ചു, അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്തവനെന്ന് പരിഹസിച്ചു. ഞാൻ മറക്കില്ല CKC. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നടത്തിയ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നല്ലോ. അന്ന് ക്ഷണിച്ചു വരുത്തിയ അതിഥികളുടെ മുൻപിൽ വെച്ച് നിങ്ങൾ ഗൗതമിന്റെ അനാഥത്വം പറഞ്ഞ് ആ പാവത്തിനെ പരിഹസിച്ച് ചിരിച്ച ചിരിയുണ്ടല്ലോ, മറന്നിട്ടില്ല ഞാൻ. കരുതി വെച്ചിരിക്കുകയാണ് ഞാൻ. വരുന്നുണ്ടല്ലോ അതുപോലൊരു ഫംഗ്ഷൻ. ഞാൻ അറിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന കാര്യം. അന്ന് ആ ഫംഗ്ഷനിലേക്ക് ഗൗതമിനെ എല്ലാ ആദരവോടും കൂടി ക്ഷണിച്ചു വരുത്തേണ്ടി വരും നിങ്ങൾക്ക്. അവിടം കൊണ്ടും അവസാനിക്കില്ല. ആ പിറന്നാൾ ഫംഗ്ഷനിൽ വെച്ച് അതിഥികൾ മുഴുവനും കേട്ടു നിൽക്കെ നിങ്ങളുടെ ഭാര്യയുടെ മുൻപിൽ വെച്ച് ഗൗതമിനോട് ചെയ്തു പോയ തെറ്റുകൾക്ക് മുഴുവൻ നിങ്ങളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും ഞാൻ. മാപ്പല്ലേ? അത് ഞാൻ നിന്റെ കെട്ടിയവനോട്. സൂപ്പർ, ഗംഭീരമായിട്ടുണ്ട്. എന്റെ നിധി, ഇത് സ്വപ്ന ലോകമൊന്നും അല്ല. വെറുതെ ഒന്ന് പിച്ചും പേയും വിളിച്ച് പറയല്ലേ. ഇത് നടക്കും, നടത്തിയിരിക്കും ഞാൻ. നിങ്ങളുടെ പിറന്നാൾ ഫംഗ്ഷനിൽ എല്ലാ അതിഥികളുടെയും മുൻപിൽ വെച്ച് തന്നെ താൻ ഗൗതമിനോട് മാപ്പ് പറയും. ഓ, അത് നമുക്ക് വഴിയെ കാണാം. ദൈവമേ, ജ്യോതിർമയി വന്നെന്ന് തോന്നല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഹലോ CKC, ഞാനങ്ങോട്ട് വന്നോണ്ടിരിക്കുവാ. ഒരു 5 മിനിറ്റിനകം ഞാൻ അങ്ങോട്ട് എത്തും. അത് 5 മിനിറ്റിനുള്ളിലോ? ആ, എന്തു പറ്റി CKC? ഏയ്, ഒന്നുമില്ല. എങ്കിൽ വേഗം മീറ്റിംഗ് ഒക്കെ നിർത്തി റെഡിയായി നിൽക്ക. ഞാനിപ്പം അങ്ങെത്താം. ആരാ CKC വിളിച്ചത്? കൊണ്ടാട്ടിയാ? എങ്ങനെ മനസ്സിലായി എന്നാണോ ആലോചിക്കുന്നത്? ആ മുഖത്തെ ഭയം കണ്ടാൽ അറിയാം ആരാ വിളിച്ചതെന്ന്. എന്തുപറ്റി CKC? ആ മുഖത്തെ ലക്ഷണം കണ്ടിട്ട് ജ്യോതിർമയി ഇങ്ങോട്ട് വരുന്നത് പോലെ ഉണ്ടല്ലോ. മതി മതി, രണ്ടെണ്ണം വേഗം ഇറങ്ങി പോവാൻ നോക്ക്. പോ. ആ, ഇപ്പൊ സംഭവം ക്ലിയർ ആയി. ജ്യോതിർമയി ഇങ്ങോട്ട് വരുന്നു അല്ലേ? ആ, നിർമ്മലാന്റി അങ്ങോട്ട് ഇരിക്കും. നിധി, വേണ്ട വേണ്ട,
വേഗം ഇവിടെ വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്ക്. ഞങ്ങളെന്തിനാ പോകുന്നത്? ജ്യോതിർമയി വരട്ടെന്നേ. നമുക്ക് 4 പേർക്കും കൂടി കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാം.